യോഗം നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്നു. 24 അജണ്ടകൾ അംഗീകരിക്കുന്നതിനായാണ് കൗൺസിൽ യോഗം നടന്നത്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിലാണ് കൗൺസിൽ യോഗം നടന്നത്. 24 അജണ്ടകളിൽ വിജ്ഞാന കേരളമടക്കമുള്ള 3 അജണ്ടകളിൽ പ്രതിപക്ഷാംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ സമയബന്ധിതമായി വെട്ടിമാറ്റാൻ നഗരസഭ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ കൗൺസിലർ ഗോപൻ ആവശ്യപ്പെട്ടു. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള മരങ്ങൾ ട്രീ കമ്മിറ്റി കൂടി വെട്ടിമാറ്റണമെന്ന് സെക്രട്ടറി പ്രദീപ് കൗൺസിലിനെ അറിയിച്ചു. ശ്രീകുടുംബ അമ്പലത്തിന്റെ മുൻവശത്ത് നിന്ന് ഒരു ഒന്നിന്റെ വലിയൊരു കൊമ്പ് പൊട്ടിയിട്ട് ഇത് പകുതി ഭാഗം തടഞ്ഞ് അങ്ങനെ നിൽക്കാം. അത് അപ്പോഴേ അവര് ടീച്ചറെന്തോ വിളിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തൊട്ട് പിന്നാലെ അവിടുത്തെ യൂണിയന്റെ ആളുകൾ വിളിച്ചു, യൂണിയൻ ഷെഡിൽ ആളുകളെ വിളിച്ചു. ഞാൻ അപ്പൊ തന്നെ അത് നമ്മുടെ നഗരസഭയ്ക്ക് വിവരം കൊടുത്തു. ലെറ്ററായിട്ട് ഞാൻ പിറ്റേ ദിവസം ടീച്ചർ അത് കൊടുത്തു തരുന്നു. ഇപ്പൊ ഇതിന് അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. ഓക്കെ, അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഇവരത് നേരെ അവിടെ പോയി നോക്കിയിട്ട് അതിപ്പോ മുഴുവൻ പറ്റാന്ന് പറഞ്ഞിട്ട് ഈ ഷോ ആൾക്കാര് അതെ പണിക്കാർ പോയിട്ട് അവസാനം എന്നോട് ശ്രീകുടുംബ അമ്പല കമ്മിറ്റിനെ വിളിച്ചു. ഇത് പൈസ ഞങ്ങൾ കൊടുക്കണോ അത് നഗരസഭ കൊടുക്കും. നിങ്ങളുടെ സ്ഥലത്ത് നിൽക്കുന്ന സാധനമാണെങ്കിൽ ആ പൈസ നിങ്ങൾ തന്നെ കൊടുക്കണം, അത് നിങ്ങൾ തന്നെ അത് മുറിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അവസാനം അതൊന്നും അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, അത് ഇതിന് മുന്നേ പരാതി കൊടുത്തിട്ടുള്ളതാണ്. 19-ാം മൈല് സെൻട്രലിൽ 2 മരങ്ങൾ റോഡിനോട് കുറുകയായിട്ടാണ് ഏർപ്പാട് വീഴാറായി കൊമ്പാണ് ചാടി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ മരമൊക്കെ വീണപ്പോൾ തന്നെ ഓട്ടോ തൊഴിലാളികൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നും ഇത് മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഞാൻ ഉടനെ ഇവിടെ കത്ത് കൊടുത്തു. ഇവിടെ പോയി നമ്മുടെ ആളുകൾ അവിടെ ചെന്നിട്ട് ആളുകൾ ഓട്ടക്കാരെല്ലാവരും കൂടി നിന്ന സ്ഥലത്ത് പോയി അവിടെ പോയിട്ട് അവർ ഡിസ്കഷനൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവർ അവിടെ നിന്ന് പറഞ്ഞു ഇത് ഞായറാഴ്ചക്ക് മുമ്പ് ഞങ്ങൾ മുറിച്ച് മാറ്റുന്നു പറഞ്ഞാൽ അവിടുത്തെ ആളുകൾക്ക് വാക്കുകൊടുത്ത് തിരിച്ചു പോകും. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് എന്നോട് അവർ ഓട്ടോക്കാർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അത് മുറിക്കാൻ തീരുമാനമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോയത് ഞായറാഴ്ച വരെ ഒന്നുകൂടി ഇടപെട്ട് പെട്ടെന്ന് അത് ഞായറാഴ്ചക്ക് എത്തിക്കണം, അതിന് മുമ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ സംസാരിക്കും. ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് നേരെ പിഴവിലൂടെ നിൽക്കുന്ന സ്ഥലമാണ്, ആ സ്ഥലത്തിന്റെ അവിടേക്ക് നമുക്ക് കത്ത് കൊടുക്കാനേ നിർവാഹമുള്ളൂ, അതുകൊണ്ട് ഇതിപ്പോ മുറിച്ച് മാറ്റാൻ പറ്റില്ല. ചേട്ടൊരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.